ഇത് വേണ്ടിയിരുന്നില്ല. അതീവ ഗ്ലാമറസായി നായകന്റെ മടിയിൽ അനുപമ പരമേശ്വരൻ. കുറച്ചു കൂടിപ്പോയെന്ന് കമന്റുകൾ. സിനിമാ മേഖലയിൽ സർവ്വസാധാരണമായി നടക്കുന്ന ഒന്നാണ് ഒരു സിനിമ കൊണ്ട് തലവര മാറുക എന്നതൊക്കെ. അത്തരത്തിൽ പ്രേമം എന്ന മലയാള സിനിമയുടെ റിലീസിനു മുമ്പ് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ട് ആരാധകരുടെ മനം കവർന്ന നടിയാണ് അനുപമ പരമേശ്വരൻ. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് അനുപമ. അതുകൊണ്ടാണ് മലയാള സിനിമയിൽ സജീവമല്ലാതിരുന്നിട്ടും അനുപമയെ മലയാളികൾ ഓർക്കുന്നത്. വസ്ത്രധാരണത്തിലടക്കം പുതുമ പരീക്ഷിക്കാറുള്ള അനുപമ പങ്കുവച്ച ഏറ്റവും പുതിയ സിനിമാ പോസ്റ്ററാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. സിന്ധു ജൊന്നലഗഡയും അനുപമ പരമേശ്വരനും അഭിനയിക്കുന്ന തില്ലു സ്ക്വയർ സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ കഴിഞ്ഞ ദിവസം അനുപമയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തിറങ്ങിയിരുന്നു. ആരാധകർക്കുള്ള പുതുവത്സര സമ്മാനമായിരുന്നു പോസ്റ്ററെങ്കിലും ആ പോസ്റ്റർ കണ്ടതോടെ അനുപമ ആരാധകരുടെ ഹൃദയം തകരുകയാണ് ചെയ്തത്. കാരണം അതീവ ഗ്ലാമറസായി നായകന്റെ മടിയിൽ സെക്സി ലുക്കിൽ ഇരിക്കുന്ന അനുപമയാണ് പോസ്റ്ററിലുള്ളത്. പോസ്റ്റർ കണ്ടതോടെ ഹൃദയാഘാതം സംഭവിച്ചുവെന്നാണ് തോന്നിയതെന്നാണ് അനുപമയുടെ ആരാധകർ പോസ്റ്റിന് കമന്റ് ചെയ്തത്. ഇത് വേണ്ടിയിരുന്നില്ല, വല്ലാതെ വേദനിക്കുന്നു. തെലുങ്കിലെത്തിയാൽ ഏത് സ്ത്രീയും ദുഷിച്ചവളാകും. ബ്രേക്കപ്പ് സംഭവിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ വേദന ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഉണ്ടായി. ഈ പോസ്റ്റർ കണ്ടതിനു ശേഷം എൻ്റെ ഹൃദയം തകർന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്രഷായി ഇനി മുതൽ സായി പല്ലവിയെയാണ് കാണാൻ പോകുന്നത് എന്നെല്ലാമുള്ള നിരവധി കമന്റുകളാണ് ആരാധകർ കുറിച്ചിരിക്കുന്നത്. അനുപമ ഗ്ലാമറസ് റോളുകൾ ചെയ്യുന്നതിനോട് ആരാധകർക്ക് താല്പര്യമില്ലെന്നാണ് കമന്റുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം സംവിധായകൻ അൽഫോൺസ് പുത്രൻ കണ്ടെത്തിയ നടിയായിരുന്നു അനുപമ. പ്രേമത്തിന്റെ റിലീസിന് മുമ്പ് പ്രമോഷനിൽ നിറഞ്ഞു നിന്നത് അനുപമയായിരുന്നു. വിടർന്നു നിന്ന അനുപമയുടെ ചുരുളൻ മുടിയും ചിരിയും സിനിമാ പ്രേമികളെ അതിവേഗത്തിൽ കീഴടക്കി. മേരി എന്ന കഥാപാത്രത്തെയായിരുന്നു അനുപമ പ്രേമത്തിൽ അവതരിപ്പിച്ചത്. ചിത്രത്തിൽ അനുപമ പ്രത്യക്ഷപ്പെട്ട ആലുവ പുഴയുടെ തീരത്ത് എന്ന ഗാനവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പ്രേമത്തിന് ബോളിവുഡിൽ വളരെ ആരാധകരുണ്ട്. പ്രേമത്തിന് ശേഷം 27-കാരിയായ അനുപമ അന്യഭാഷകളിലേക്ക് അവസരങ്ങൾ തേടി ചേക്കേറി. അനുപമയുടെ ആദ്യ തെലുങ്ക് സിനിമ തന്നെ സൂപ്പർ ഡയറക്ടർ ത്രിവിക്രം ശ്രീനിവാസിന്റെ സിനിമയായിരുന്നു. ചെറുതാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരുന്നു ചിത്രത്തിൽ അനുപമയ്ക്ക്. പിന്നീട് ശർവാനന്ദിന്റെ കൂടെ ചെയ്ത ശതമാനം ഭവന്തി 2017 നാഷണൽ അവാർഡിൽ മോസ്റ്റ് പോപ്പുലർ ഫിലിം കാറ്റഗറി അവാർഡിനർഹമായി. അനുപമയുടെ 2 തെലുങ്ക് പടങ്ങളും ബ്ലോക്ക് ബസ്റ്ററുകളായതോടെ പിന്നീട് തെന്നിന്ത്യയിലെ പ്രമുഖ നടന്മാരായ ധനുഷ്, ദുൽഖർ സൽമാൻ, റാം പോത്തിനേനി എന്നിവരുടെ നായികയായും അനുപമ അഭിനയിച്ചു. ഇതുവരെ അനുപമ ചെയ്ത തെലുങ്ക് പടങ്ങൾ ഒക്കെ ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ എണ്ണമറ്റ ആരാധകരെ തെലുങ്കിൽ അനുപമയ്ക്ക് സമ്പാദിക്കാനായി. ഒരു കന്നഡ സിനിമയിലും അനുപമ ഇതിനിടയിൽ അഭിനയിച്ചിരുന്നു. മോഹൻലാലിനും മമ്മൂട്ടിക്കും ഉള്ളതിനേക്കാൾ ആരാധകരാണ് അനുപമയ്ക്ക് തെലുങ്കിലുള്ളത്. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും അറിയാത്ത തെലുങ്ക് സിനിമാ പ്രേമികൾക്ക് വരെ അനുപമയുടെ മുഖം സുപരിചിതമാണ്. തെലുങ്കിൽ തുടരെ തുടരെ നിരവധി സിനിമകൾ അനുപമയുടേതായി റിലീസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് സംവിധാന സഹായിയായും അനുപമ മലയാള സിനിമയിൽ പ്രവർത്തിച്ചിരുന്നു. കുറുപ്പാണ് അനുപമ അവസാനമായി അഭിനയിച്ച മലയാള സിനിമ. കാമിയോ റോളായിരുന്നു ചിത്രത്തിൽ അനുപമയ്ക്ക്. നേരത്തെ ആശിഷ് റെഡ്ഡിക്കൊപ്പം റൗഡി ബോയ്സ് എന്ന സിനിമയിൽ അനുപമ പരമേശ്വരൻ ലിപ് ലോക്ക് രംഗത്തിൽ അഭിനയിച്ചിരുന്നു. അന്നും ആരാധകർ നടിക്കെതിരെ വലിയ വിമർശനവുമായി എത്തിയിരുന്നു.